നിയമസഭയിലേക്ക് തന്നെ പോകാം. കാരണം ഇന്നലെ നിയമസഭയിൽ നമ്മൾ വലിയൊരു വാഗ്പോരും യുദ്ധവും നാടകീയ നീക്കങ്ങളും രംഗങ്ങളും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇന്നും വിവാദ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്നിപ്പോൾ ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. ആഴക്കടൽ ധാതു ഖനനത്തിനെതിരായ പ്രമേയവും മുഖ്യമന്ത്രി അവതരിപ്പിക്കും. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ്. അർജുൻ, ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് പോലും ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പരാമർശം വരികയുണ്ടായി. ഈ വഴിതടഞ്ഞുള്ള പന്തലുകെട്ടി വഴിതടഞ്ഞുള്ള സമ്മേളനം നടത്തുന്ന സമയത്ത് ആ കേസ് പരിഗണിക്കുന്നതിനിടയിൽ കോടതി ഒരു വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. ഇരട്ടത്താപ്പാണ് ഈ ആശാവർക്കർമാരുടെ ടാർപോളിൻ അഴിക്കുന്ന പരിപാടിയൊക്കെ ഇരട്ടത്താപ്പാണെന്നുള്ളൊരു പരാമർശമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സമരം തുടങ്ങിയ നാൾ മുതൽ തന്നെ സമരപ്പന്തലിലെത്തി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ. ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണുള്ളതല്ലേ? സേതു, തീർച്ചയായും കഴിഞ്ഞ 23 ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ നടപടി ഉൾപ്പെടെ ഇതിനോടകം തന്നെ വിമർശനം ആയിട്ടുണ്ട്. കാരണം അവരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നത് ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ ഇതിനോടകം തന്നെ വിമർശനം വരുത്തിവെച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ഇന്ന് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. അടിയന്തര പ്രമേയമായി തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിമർശനമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. പ്രത്യേകിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത്, അവരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കി 62 വയസ്സിൽ അവരെ വിരമിപ്പിക്കാനുള്ള തീരുമാനം അത് പിൻവലിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ആശാ വർക്കർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ വിരമിക്കുന്ന ഘട്ടത്തിൽ 5 ലക്ഷം രൂപയെങ്കിലും ആനുകൂല്യമായി അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. ഒരു വട്ടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരുമായി ചർച്ച നടത്തിയത് ഒഴിച്ചാൽ അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കുക. ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ നടപടി ഉൾപ്പെടെ വിമർശന വിധേയമായി ഉണ്ടാകും. അതേ സമയത്ത് തന്നെ പ്രതിപക്ഷത്തിനെ പ്രതിരോധിക്കാൻ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ചില കണക്കുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതും ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടതും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന പ്രതിരോധമായിരിക്കും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തത ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഇന്നത്തെ നിയമസഭാ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇക്കാര്യത്തിൽ ആരാണ് ആശാ വർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടത്, അത് വർദ്ധിപ്പിക്കേണ്ടത്, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതെന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഇന്നത്തെ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ വാദം കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. 100 കോടി രൂപ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് മാനിക്കാതെ അല്ലെങ്കിൽ കേന്ദ്രം തരുന്നില്ല എന്ന് വെച്ച് അത് കൊടുക്കാതിരിക്കുകയല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ആ തുക കൃത്യമായി ചെലവഴിക്കുകയാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ചെയ്യുന്നതെന്ന വിശദീകരണമാണ് അല്ലെങ്കിൽ ആ വാദമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. 1000 രൂപയായിരുന്നു അവരുടെ ഓണറേറിയം, അത് 7000 രൂപയാക്കി. അർജുൻ, തുടക്കം മുതൽ ഈ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ കേന്ദ്രം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് ഉയർത്തിയാണ് ഈ ഭരണപക്ഷം ഈ സമരത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. CITU കടുത്ത നിലപാടിലൊക്കെയാണ്. ഇന്നലെ ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ കേന്ദ്ര സർക്കാർ ആശാ വർക്കർമാരുടെ സമരത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ശ്രദ്ധ ക്ഷണിക്കലൊക്കെ കൊണ്ടുവന്നിരുന്നു ഭരണപക്ഷം. അപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷം അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട സമാനമായ രംഗങ്ങളൊക്കെ ഇന്നും സഭയിൽ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിയന്തര പ്രമേയമൊക്കെ വരുന്ന മുറയ്ക്ക് സഭ ചേരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും അർജുനിലേക്ക് എത്താം ഈ വിവരങ്ങളുമൊക്കെയുമായിട്ട്.